ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ തന്റെ പ്രാർത്ഥന അനുഭവത്തെ കുറിച്ചാണ് സുവിശേഷങ്ങളിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ സുവിശേഷം 14:23 വാക്യത്തിൽ, അതേപോലെ ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ പലയിടങ്ങളില്, യോഹന്നാന്റെ സുവിശേഷത്തില് എന്ന് വേണ്ട എവിടെയും യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താന് വളരെയധികം പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നാനാനന്തരം പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ആ യോർദാനിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 3:21 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ താൻ പുരുഷാരത്തെ വിട്ട് മാറിപ്പോയതായ സന്ദർഭങ്ങളിലൊക്കെ പുരുഷാരം വീടുകളിലേക്കും മറ്റും അവർ കടന്നുപോയി. എന്നാൽ യേശു കർത്താവ് പ്രാർത്ഥിക്കേണ്ടതിന് ബന്ധപ്പെട്ട് താൻ കടന്നു പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് താൻ പ്രാർത്ഥിച്ചതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 6:12 നമുക്ക് കാണുവാൻ കഴിയും. പുരുഷാരത്തെ വിട്ട് മാറിപ്പോയപ്പോൾ പ്രാർത്ഥിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 5:16 നാം കാണുകയാണ്. തന്റെ ശിഷ്യന്മാരോട് താൻ ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് താൻ വെറുതെ അങ്ങ് ചോദിക്കുകയല്ലായിരുന്നു, പ്രാർത്ഥിച്ചിട്ടാണ് അവരോട് ആ ചോദ്യം ചോദിക്കുന്നത്. അതും ലൂക്കോസിന്റെ സുവിശേഷം 9:18 നമുക്ക് കാണാവുന്നതാണ്. രൂപാന്തരത്തിന് മുൻപ് യേശു കർത്താവ് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ രൂപാന്തരം നടക്കുന്നത്. അതാണ് ലൂക്കോസ് 9:28 നാം കാണുന്നത്. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളല്ലോ. താന് പ്രാർത്ഥിക്കുന്നതാണ് 11:1 നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നത്. ഗെത്ശമനയിലെ നെഞ്ചുപൊട്ടിയുള്ളതാകുന്ന തന്റെ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 22:44 അത് സാധിക്കും. അതേപോലെ ക്രൂശിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതാണ് 23:34 നാം കാണുന്നത്. ഓർക്കുക, തന്നെ ക്രൂശിൽ തറച്ച് ഇട്ടിരിക്കുമ്പോഴും ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രതികാരേച്ഛയില്ലാതെ അവരെയൊക്കെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ നാം കാണുന്നത്. മരണത്തിനു മുൻപ് അവസാനം താൻ ഉച്ചരിച്ച വാക്കുകൾ, പലരും അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രാകുകയും അല്ലെങ്കിൽ അസഭ്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ താന് മരണത്തിന് മുൻപ് ഉച്ചരിച്ച വാക്കുകളാണ് ലൂക്കോസിന്റെ സുവിശേഷം 23:46 നമ്മൾ കാണുന്നത്. പുനരുത്ഥാനത്തിന് ശേഷവും താന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതാണ് 24:30 നാം കാണുന്നത്. കൂടാതെ മറ്റ് ഭാഗങ്ങളിലും സുവിശേഷങ്ങളിലും ലാസറിന്റെ കല്ലറയ്ക്കൽ താൻ കടന്നു ചെന്നു, അവിടെയും താൻ പ്രാർത്ഥിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11:41 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ പത്രോസിനു വേണ്ടി അവൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, പിശാച് പാറ്റിക്കളയാതിരിക്കുവാൻ പത്രോസിനു വേണ്ടി, പത്രോസിന്റെ വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ലൂക്കോസ് 22:32 നാം കാണുന്നുണ്ട്.
ഇരുപത്താഴത്തിന് മുൻപ്, ആ ശുശ്രൂഷകൾക്ക് മുൻപ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും എന്ന് വേണ്ട ഏതൊരു സന്ദർഭത്തിലും പ്രാർത്ഥിച്ചു മാത്രം കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയ യേശു കർത്താവിനെയാണ് നമുക്ക് മാതൃകയാക്കുവാനുള്ളത്. പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാതെ കൺവെൻഷനിൽ പ്രസംഗിക്കാം, പ്രാർത്ഥിക്കാതെ ക്രൂസൈഡുകളിൽ പ്രസംഗിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെയൊക്കെ കാലഘട്ടത്തില് നെറ്റിൽ കയറിയോ യൂട്യൂബിൽ കയറിയോ ഒക്കെ നല്ല കസർത്ത പ്രസംഗങ്ങൾ നടത്താം. അത് ഇന്ന് ദൈവദാസന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിച്ചു തുടങ്ങിയതിന്റെ തെളിവുകളാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈയിടെ എല്ലാവരും വാനോളം ചിലരെയൊക്കെ പുകഴ്ത്തി. അവർക്കായിരുന്നു ഇന്ന് പല സ്റ്റേജുകളും, ക്രിസ്തീയ കോളത്തിൽ, കൺവെൻഷൻ സ്റ്റേജുകളിൽ. എന്നാൽ അവർ അധികാര കസേരയിൽ കയറിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അവർ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിച്ചു ചൊല്ലി. അതേപോലെ ആ വലിയ തകർപ്പൻ പ്രസംഗങ്ങള് പ്രസംഗിച്ചു, പുസ്തകങ്ങൾ എഴുതി. ആദമേ നീ എവിടെ? ഇതൊക്കെ ആർക്കും കഴിയും കേട്ടോ. പക്ഷെ കാര്യസാധ്യം കഴിഞ്ഞ് കാലുമാറുന്നവരായിരിക്കരുത്. അതിനുശേഷം പിന്നെ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റു പലയിടങ്ങളിലാണ് ഇങ്ങനെയുള്ള പലരെയും. ഓർക്കുക, കാര്യസാധ്യത്തിന് വേണ്ടി കടന്നു പോകുന്ന അനുഭവമല്ല, കാര്യസാധ്യത്തിന് വേണ്ടി പ്രവചനം കേൾക്കാനും അതേപോലെ പ്രവചിച്ച് തള്ളാനുമുള്ളതല്ല ക്രിസ്തീയ മാർഗം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവന് പരിശോധന വരും, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ കല്ലേറ് വരും, അവനെതിരെ പല ഞെരുക്കങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒന്നാം തെളിവാണ് ക്രിസ്തുവിന് പോലും കിട്ടിയത് ക്രൂശാണ്, ചമ്മട്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ പല തകർപ്പൻ പ്രസംഗങ്ങള് അത് കർത്താവ് അറിഞ്ഞാണോ എന്നൊക്കെ നമ്മള് ആത്മീയ കോളത്തിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഒക്കെ ചിന്തിക്കേണ്ടുന്നതാകുന്ന ഒരു കാലഘട്ടമാണ്. നീ അധികം പ്രസംഗിച്ചില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, കർത്താവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നവനെങ്കിൽ അത് മതി. ദൈവ കുഞ്ഞെ, നിന്നെ ദൈവം അറിയും. നിന്നെ സംഘടന അറിഞ്ഞെന്ന് വരില്ല, നിന്നെ ലോകം അറിഞ്ഞെന്ന് വരത്തില്ല, നിന്നെ രാഷ്ട്രീയക്കാരറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന, അല്ലെങ്കിൽ ആ പിളർക്കപ്പെട്ട നെഞ്ചിലെ ആ ചൂട് അനുഭവിച്ചുകൊണ്ട് ആ ഇരിക്കുന്ന ഒരുവനെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. അതുകൊണ്ട് യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ആ കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും.